ഹലോ ഗൈസ്, ഇന്ന് ഉസുമക്കി ക്ലാനിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ആനിമെ കണ്ടന്റ് കേൾക്കാനും കാണാൻ ഇഷ്ടമുള്ള ഒരു ആനിമെ ലവറാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 大螺旋リングഅപ്പോൾ ഉസുമക്കി ക്ലാൻ എന്ന് പറയുമ്പോൾ പണ്ട് ഉസുഷികാക്കുറയിൽ കണ്ടുവന്നിരുന്ന ഏറ്റവും വലിയ ക്ലാനുകളിൽ ഒന്നായിരുന്നു ഉസുമക്കി ക്ലാൻ. അപ്പോൾ ഈ ക്ലാനിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് കളർ, റെഡ് കളറുള്ള മുടികളും അതുപോലെ തന്നെ നല്ല ലൈഫ് ഫോഴ്സും വലിയ രീതിയിലുള്ള ചക്രയുമായിരുന്നു ഇവരുടെ പ്രത്യേകതകൾ. പിന്നെ ഇവരെല്ലാവരും ഫുജിത്സു എന്ന് പറയുന്ന പ്രത്യേകത ഒരു ജുത്സുവിലും പ്രാവീണ്യം നേടിയവരായിരുന്നു. ഉസുഷികാക്കുറെ നശിച്ചിട്ടും അവരുടെ ക്ലാനിന്റെ അധപതനം വന്നിട്ടും കുറെ പേരൊക്കെ കോനോഹാക്കുറയിൽ താമസിച്ചു വന്നിരുന്നു. ഈ നശിച്ചുപോയ ക്ലാൻ 15 വർഷം ഫോർത്ത് ഷിനോബി വാർ കഴിഞ്ഞ് 15 വർഷത്തിന് ശേഷവും പിന്നെയും ആക്റ്റീവായി വന്നതായി കാണപ്പെടുന്നു. അസുര ഒത്സുസുകിയുടെ നേരെ പിൻഗാമികളായിരുന്നു ഉസുമാക്കികൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സെഞ്ചു ക്ലാനുമായിട്ട് രക്തബന്ധം ഉണ്ടായിരുന്നു. സെഞ്ചു ക്ലാനും ഉസുമാക്കി ക്ലാനും നല്ലൊരു ബന്ധം തന്നെ പുനഃസ്ഥാപിച്ചു വെച്ചിരുന്നു. അതുമാത്രമല്ല, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതിന് വലിയ തെളിവായിട്ടാണ് ഹാഷിറാമ സെഞ്ചു അവരുടെ ഭാര്യയായ മീറ്റോ ഉസുമാക്കി. ഇരു ക്ലാനുകളും നല്ലൊരു ബന്ധം തന്നെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ വാറിംഗ് സ്റ്റേറ്റ് പീരീഡ് കഴിഞ്ഞ ആ അവസരത്തിൽ കോനോഹോക്രയൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ സെഞ്ചുകൾ അവരുടെ കോനോഹോക്രയിലുള്ളവരുടെ ജാക്കറ്റുകളിൽ ഈ ഉസുമാക്കി ക്ലാനിന്റെ സിമ്പൽ കൊണ്ടുവന്നു. കാലങ്ങൾക്ക് ശേഷവും കോനോഹയും ഉസുമാക്കികൾ താമസിച്ചിരുന്ന ഉഷുഷിയാക്കുറയും നല്ലൊരു ബന്ധം തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കൊനോഹക്കുറയ്ക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലാം ഫുജിത്സു കൊനോഹക്കുറയ്ക്ക് വേണ്ടി ഉസുമക്കി ക്ലാൻ സംഭാവന ചെയ്യും. അതുകൊണ്ട് തന്നെ ഉസുമാക്കി ക്ലാനിന്റെ മാസ്കുകളുടെ ശേഖരമുള്ള ഒരു അമ്പലം കോനോഹയുടെ പരിസരത്ത് അവർ നിർമ്മിച്ചു. ഉസുമാക്കികൾക്ക് അവരുടെ ഫുജിത്സുവിലുള്ള പ്രാവീണ്യം കാരണം മറ്റുള്ളവരിൽ നിന്ന് ഒരേ സമയം തന്നെ ബഹുമാനം അതേസമയം തന്നെ പേടിയും അവർക്ക് നേരിടേണ്ടി വന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം കുഷീനെ ഉസുമാക്കി കോനോഹയിലേക്ക് താമസം മാറ്റിയതിന് ശേഷം ഉഷുകാക്കുറെ പൂർണ്ണമായിട്ട് നശിക്കപ്പെട്ടു. കാരണം പലരും വിചാരിച്ചിരുന്നു ഇവർ വളരെ ശക്തിശാലിയാണെന്നും ബാക്കിയുള്ള ക്ലാൻസിനെല്ലാം ഇവർ വലിയ ഭീഷണിയാണ് ഉണർത്തുന്നതെന്നും. ഉഷികാക്കുറയുടെ നാശത്തിന് ശേഷം രക്ഷപ്പെട്ട പലരും പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചു. ഇതിൽ അറിയപ്പെട്ട ഒരാളായിരുന്നു നഗാറ്റോ അമേഗക്കുറയിൽ കുറെ കാലം താമസിച്ച് അവിടെ നിന്നാണ് വളർന്നു വന്നത്. മറ്റൊരാളായിരുന്നു കാറിൻ കുറെ കാലം കാസുഗാക്കുറയിൽ നിന്ന് കുറെ കാലം വളർന്നു. പിന്നെ നിലവിൽ വേറൊരാളുണ്ടായിരുന്നത് അത് കുഷിനയുടെ മകനായ നരുട്ടയായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ നരുട്ടയുടെ അച്ഛനും അമ്മയും മരിച്ചതിനാൽ നരുട്ടോയ്ക്ക് തേർഡ് ഹൊക്കാഗെയാണ് നരുട്ടോയ്ക്ക് ഉസുമാക്കി കുഷിനയുടെ സർണയമായ ഉസുമാക്കി നരുട്ടോയ്ക്ക് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലോർഡ് തേർഡിന് നരുട്ടോയുടെ അച്ഛനായ മിനാറ്റോയുടെ എനിമീസിൽ നിന്ന് നരുട്ടോയെ രക്ഷിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഒരു സ്ട്രാറ്റജിക് ഗെയിം പ്ലേ ലോർഡ് തേർഡ് നടത്തിയത്. കാലങ്ങൾക്ക് ശേഷം കൊനോഹ പിന്നെ ആ ക്ലാനിനെ തിരിച്ചറിയുകയും അതിൽ ഒരേ ഒരു മെമ്പറായി നരുട്ടയെ കാണുകയും ചെയ്യുന്നു. നരുട്ട പിന്നീട് ഹ്യൂഗ ക്ലാനുമുള്ള ഒരു പെൺകുട്ടിയായിട്ട് കല്യാണം കഴിക്കുകയും അവർക്ക് 2 പിള്ളേരുണ്ടാവുകയും ചെയ്യും. അബിലിറ്റീസ്. ഉസുമക്കി ക്ലാനിൽ വലിയ രീതിയിലുള്ള ചക്രയും ലൈഫ് ഫോഴ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പയ്യെ വയസ്സായി വരികയുണ്ടായിരുന്നു. അവരുടെ പ്രായം ക്രമാധീനമായിട്ട് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് പതുക്കെ നീങ്ങത്തുള്ളായിരുന്നു. ഇതിന് വലിയൊരു തെളിവായിരുന്നു മീറ്റോ ഉസുമാക്കി ജനിച്ചത് കൊനോഹ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ്. പക്ഷെ ലോർഡ് തേർഡ് ഹൊക്കാഗെയുടെ കാലം വരെ അവർ ജീവിച്ചിരുന്നു. അതുമാത്രമല്ല, അതേ സമയം തന്നെ അവരുടെ കളർ എന്ന് പറഞ്ഞ മുടിയിലുള്ള കളർ പോലും മാറിയിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല, അവർ ഒരിക്കലും തളരാത്ത ഒരു പ്രകൃതക്കാരായിരുന്നു. അവർക്ക് നല്ല രീതിയിലുള്ള സ്റ്റാമിന കണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധകാലത്തിൽ അവർ ഒരിക്കലും പെട്ടെന്നൊന്നും തളർന്ന് അതായിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇവർ ഒരു ജിൻചൂറിക്കായാൽ ഇവരിൽ നിന്ന് ടെയിൽ ബീസ്റ്റ് റിമൂവ് ചെയ്താൽ ഇവർക്ക് ജീവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഉസുമാക്കികൾക്ക് ചക്ര കൺസ്യൂമറിലൂടെ സ്വന്തമായിട്ടും തൊട്ടടുത്തുള്ളവരെയും ബാക്കിയുള്ളവരെ എല്ലാവരെയും ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നിരുന്നാലും യുദ്ധകളങ്ങളിൽ എപ്പോഴും ഇത് നിരന്തരമായി യൂസ് ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി കണ്ടുവരുന്നു. പക്ഷെ ചില മെമ്പേഴ്സ്, എക്സാമ്പിൾ കറീനെ പോലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ സെൻസറി അബിലിറ്റീസ് കൂടുതലായി ആംപ്ലിഫൈ ചെയ്യാനും അതുപോലെ തന്നെ സ്വന്തം ചക്ര തടഞ്ഞു വെച്ച് അവരെ ഇൻവിസിബിൾ ആക്കാനും കഴിയുമായിരുന്നു ഈ സെൻസറി ടൈപ്പ് ഡിറ്റക്ടേഴ്സിൽ നിന്ന്. കുഷീനെ പോലെയുള്ളവർക്ക് അവർക്കെന്ന് പറഞ്ഞ പ്രത്യേകതരം കഴിവും പ്രത്യേകതരം അബിലിറ്റീസും ഉണ്ടായിരുന്നു ജിൻചൂറിക്ക് ആവാൻ വേണ്ടിയുള്ള. അതുമാത്രം തന്നെ അവരുടെ ചക്ര ഉപയോഗിച്ച് അഡമാൻഡിയൻ ചെയിൻസ് തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായി. ഇത്രയൊക്കെ ചക്രയും കഴിവുകളും ഉണ്ടായിരുന്നിട്ടും അവരുടെ ഫുജിത്സിന് വേണ്ടിയായിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും ഇവരെ കൂടുതൽ ആശ്രയിച്ചിരുന്നത്. ഇവരിൽ കൂടുതൽ അറിയപ്പെട്ടു വന്നിരുന്ന ലീഡേഴ്സ് ആരായിരുന്നു വെച്ചാൽ അഷീന ഉസുമാക്കിയും നാരുട്ടോ ഉസുമാക്കിയും ഇവർ രണ്ടുപേരുമായിരുന്നു. Interesting facts about the Uzumaki clan.
ഉസുമാക്കിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ വേൾപൂൾ എന്നായിരുന്നു. ഉസുമാക്കി ക്ലാൻ മെമ്പേഴ്സിന്റെ സ്വാഭാവിക ലക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ ചുവന്ന മുടിയായിരുന്നു. സുനാഡയുടെയും നവാക്കിയുടെയും അവരുടെ ഗ്രാൻഡ് മദേഴ്സ് കാരണം അവർ ഉസുമാക്കി ക്ലാനിന്റെ പിൻതലമുറക്കാരായി വരുന്നു. നരുട്ടോ ഉസുമാക്കിക്ക് ഹിനാറ്റ ഹ്യൂഗയുമായിട്ട് കുട്ടികൾ ഉണ്ടായത് കാരണം ഉസുമാക്കിയുടെ രക്തം ഇവർ രണ്ട് ഈ കുട്ടികളിൽ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ബ്യാക്കുഗാൻ ഉണർത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അനിമയിൽ തന്നെ അനിമെ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ഹൊനോക്ക എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. അവർ ഈ ഉസുമാക്കി ക്ലാന്റെ പിൻഗാമിയാണെന്ന് നമുക്ക് സസ്പെക്ട് ചെയ്യാം. കാരണം അവർക്ക് അതേപോലത്തെ ചുവന്ന മുടിയും അതുപോലെ തന്നെ ഫുജിറ്റ്സുവിൽ വലിയ പ്രാവീണ്യവും നേടിയിട്ടുണ്ട് അവർ. വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വേറൊരു വീഡിയോയിലേക്ക് നമുക്ക്